ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിച്ച ഭാഗത്തു നിന്ന് ഒരുമിച്ച് ധ്യാനിക്കണം എന്നത്രയും ഞാൻ ആഗ്രഹിക്കുന്നത്. ദ പാരബിൾ ഓഫ് ദ ഗുഡ് സമരിറ്റൻ. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതറിയാം. ബട്ട് വൈ ഡു വി കോൾ ഹിം ഗുഡ് സമരിറ്റൻ? ഈ വേദഭാഗത്തെ സമരിറ്റൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. We call him good because of the qualities that he exhibited through his actions. യേശു ഒരിക്കൽ പറഞ്ഞു, ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ല. നല്ലവനാകാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? ഇന്ന് ലേഖനമായിട്ട് വായിച്ച ഭാഗത്ത് നാം കേൾക്കുകയുണ്ടായി, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വെരി ട്രൂ. എന്നാൽ ദൈവം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിക്കും. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തെ കാണുകയല്ല, ദൈവത്തെ അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കണം. ദൈവത്തെ അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കണം. ഇവിടെ കർത്താവിൻ്റെ അടുത്തൊരു ന്യായശാസ്ത്രി വന്നാണ് ചോദിക്കുന്നത്, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നീ എന്ത് വായിക്കുന്നു? അവനതറിയാം. അവൻ പറഞ്ഞു, ദൈവത്തെ പരിപൂർണമായിട്ട് സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ശരി, കർത്താവ് പറഞ്ഞു. ന്യായശാസ്ത്രി അതുകൊണ്ട് തൃപ്തിയായില്ല. ഉടനെ ചോദിച്ചു, ആരാ എൻ്റെ അയൽക്കാരൻ? ഈ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായി നമുക്കൊരു ചോദ്യം നമ്മോട് ചോദിക്കാം. നമ്മളുടെ അയൽക്കാരൻ ആരാ? രണ്ടാമത്തെ ചോദ്യം, നാം ആർക്കാണ് അയൽക്കാരനായിട്ട് തീരുന്നത്? ആരാധന കഴിയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾ ഓർമ്മയുണ്ടോ? ആരാണ് നമ്മുടെ അയൽക്കാരൻ? നാം ആർക്കാണ് അയൽക്കാരനായിട്ട് തീരുന്നത്? ഇവിടെ പറയുന്നു, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്നു. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ ഉപദ്രവിച്ചു, അർത്ഥപ്രാണനായി അവനെ വഴിയിലിട്ടിട്ട് പോയിക്കളഞ്ഞു. തൻ്റെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ആപത്തുകളെക്കുറിച്ച് വേണ്ടിടത്തോളം ശ്രദ്ധയില്ലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ അതുവഴിയായി യദൃച്ഛയ, that was not intentional, it so happened that a priest passed by. തനിക്ക് ദേവാലയത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ നറുക്ക് വീണിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ്. അത് പോയാൽ ഇനി എത്ര നാൾ കാത്തിരിക്കണം? സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആരും ഒരു ശവത്തെ പോയി തൊടരുത്, തൊട്ടാൽ 7 ദിവസം ശുദ്ധനായി മാറിയിരിക്കണം, അല്ലെ ശുദ്ധനാകുന്നതിനായിട്ട് മാറിയിരിക്കണം. So he doesn't want to take the risk. കണ്ടിട്ട് വേറെ വഴിയായി കടന്നുപോയി. ലേവ്യനും അതുപോലെ അവിടെ വന്നു, കണ്ടിട്ട് വേറെ വഴിയായി കടന്നുപോയി. ലേവ്യനൊരു കുഴപ്പം, ഈ വഴിയരികിൽ കിടക്കുന്നതായുള്ള മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടവനാണോ ഒരു കള്ളൻ തന്നെയാണോ? ഞാൻ അവിടെ ചെന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അവൻ എന്നെ ആക്രമിക്കും.
I don't want to fall into that danger. പിന്നെ ഒരു ശമരിയാക്കാരൻ വഴിയായിട്ട് വന്നു. അവിടെ ഈ കണക്കുകൂട്ടലുകളൊന്നുമില്ല. അർത്ഥപ്രാണനായിട്ട് കിടക്കുന്നതായുള്ള മനുഷ്യനെ കണ്ടിട്ട് അടുത്ത് ചെന്നു അവൻ്റെ വീഞ്ഞും എണ്ണയും ഒക്കെ എടുത്ത് അവൻ്റെ മുറിവുകൾ കെട്ടി തൻ്റെ വാഹനത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. സത്രക്കാരനോട് പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതായുള്ള പണം ഇതെടുത്തു. എന്നാൽ ഇവനെ വല്ല വിധേനെ രക്ഷപ്പെടുത്താണ്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇവൻ രക്ഷപ്പെടണം. ഒരു ശമരിയാക്കാരനാണ് പറയുന്നത്. അവിടെ കിടന്നത് ഒരു യഹൂദനാണെന്ന് നമുക്ക് അനുമാനിക്കുന്നതിനായിട്ട് സാധിക്കും. കാരണം അതിൽ പോയതായിട്ടുള്ള ആളുകളെല്ലാം അങ്ങനെയുള്ള ആളുകളാണല്ലോ. യേശു പലപ്പോഴും യഹൂദന്മാർ ചെയ്യേണ്ടതായുള്ള കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ശമരിയാക്കാർ ചെയ്തത് എടുത്തു പറയും, ഹൈലൈറ്റ് ചെയ്യും. ശമരിയാക്കാരും യഹൂദന്മാരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. യഹൂദന്മാർ വിചാരിച്ചു ഞങ്ങളാണ് പ്യുവർ റേസ്, മറ്റേത് സമ്മിശ്ര ജീവിതക്കാരായതുകൊണ്ട് നോട്ട് പ്യുവർ, നിങ്ങൾ രണ്ടാം നിരക്കാരാണ്. പക്ഷെ ഈ മനുഷ്യനെ സംബന്ധിച്ചോളം ബിയോണ്ട് എനി റേസ്, കാസ്റ്റ്, കളർ, ക്രീഡ് ഓർ ജെൻഡർ മനുഷ്യനാണ്. മാനുഷികമായുള്ള കാര്യങ്ങളെല്ലാം അവന് വേണ്ടി ചെയ്യണം. എൻ്റെ ജീവിതം അപകടത്തിൽപ്പെട്ടാലും അവനെ രക്ഷ ചെയ്യണം. എന്നെ കേൾക്കുന്നതായുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ കിടക്കുന്നത് നമ്മളുടെ ഒരു ശത്രുവാണെങ്കിൽ, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കുവാൻ കഴിയാത്തതായുള്ള തെറ്റാണ് നമ്മളോട് ചെയ്തതെങ്കിലും രക്ഷപ്പെടുത്തുമോ? കഴിഞ്ഞ ഞായറാഴ്ചത്തെ സൺഡേ സപ്ലിമെൻ്റ് മനോരമ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ചിന്താവിഷയം രോഹിണി തിരുനാൾ എഴുതിയതായിട്ടുള്ളൊരു വിഷയം ഇറാനിൽ സംഭവിച്ചതായുള്ള ഒരു സംഭവ കഥയാണ്. വഴിയിൽ സംഘട്ടനമുണ്ടായി. അപ്പോൾ അബ്ദുള്ള എന്ന് പറയുന്നതായുള്ള മനുഷ്യൻ കൊല്ലപ്പെട്ടു. ബലാൽ എന്ന് പറയുന്നതായുള്ള മനുഷ്യനെ അറസ്റ്റ് ചെയ്തു. 18 വയസ്സേ ഉള്ളൂ, അവനെ അറസ്റ്റ് ചെയ്തു. കോർട്ടിൽ വിധിയായി ഇവനെ തൂക്കിക്കൊല്ലണം. ഇറാനിൽ തൂക്കിക്കൊല്ലുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചെയ്യുന്ന പോലെ തന്നെ മുഖത്ത് കറുത്ത തുണിയൊക്കെ അങ്ങോട്ടിട്ട് മുഖമൊക്കെ മൂടും, തൂക്കുകയറ് കഴുത്തലിട്ട് അത് തക്കതായിട്ടുള്ള സ്ഥലത്താണോ എന്നൊക്കെ പരിശോധിക്കും. എന്നാൽ വ്യത്യാസം, അവനൊരു കസേരയിലിരുത്തും ഇതുപോലെ. ഇവനെ തൂക്കിക്കൊല്ലുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ അബ്ദുള്ളയുടെ പ്രിയപ്പെട്ടവരുടെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് അവരുടെ രീതി അനുസരിച്ച്. The one who took away the life of your dear one, now he is going to die and you should be a witness to it. അതുകൊണ്ട് അവരാ പറയുന്നത്. എന്നിട്ട് അവർ വേണം ആ ഇരിക്കുന്നതായുള്ള കസേര തട്ടിത്തെറിപ്പിക്കാനായിട്ട്. അപ്പോൾ കയറെ തൂങ്ങും, മരിക്കും. ഈ അബ്ദുള്ളയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ സമയമായ അവസരത്തിൽ പറഞ്ഞു, ആരച്ചാർ പറഞ്ഞു സമയമായി, പോയി ആ കസേര തിരിഞ്ഞ് മറിക്കാം. അവൾ ഓടിച്ചെന്ന് കൈ വീശി ഒറ്റ അടി അവൻ്റെ ചെകിട്ടത്ത് നന്നായിട്ടടിച്ചു. അടിക്കാവുന്ന ശക്തിയോടുകൂടി തന്നെ അടിച്ചു.
എന്നിട്ട് മടങ്ങി വന്ന് ബലാലിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. അതിനെന്നാ കാരണമെന്നറിയാമോ? തലേ ദിവസം അവർ സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ അബ്ദുള്ളയെ കാണുന്നതിനിടയായിട്ട് തോന്നുന്നു. അബ്ദുള്ള പറഞ്ഞു, ഞാനിപ്പോൾ ഒരു നല്ല സ്ഥലത്താണ്, എനിക്ക് നല്ല സുഖമാണ്. ഇത് ഉണർന്ന് മറ്റുള്ളവരോട് പറഞ്ഞ അവസ്ഥയിൽ പറഞ്ഞു, നിനക്ക് ആ സ്വപ്നം ഉണ്ടായെങ്കിൽ അവനോട് ക്ഷമിക്കണം. അതുകൊണ്ട് കഴുകുമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് തൻ്റെ മകനെ കൊന്നതായിട്ട് ബലാലിനോട് ക്ഷമിക്കുന്നതായിട്ടൊരു ക്ഷമാശീലമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പൊറുക്കാമോ? ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 വെർച്യൂസാണ്: ഫൊർഗെറ്റ്, ഫൊർഗീവ്, റെക്കൺസൈൽ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാലത് മതിയാകുകയില്ല. ഫൊർഗെറ്റ്, ഫൊർഗീവ്, റെക്കൺസൈൽ. ഇത് 3 വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഫൊർഗെറ്റ്, ഫൊർഗീവ്, റെക്കൺസൈൽ. നിന്റെ ശത്രു നിന്റെ അയൽക്കാരനായിട്ട് തീരുമാനം. നിന്റെ ശത്രുവിനെ നീ അയൽക്കാരനായിട്ട് തീരുമാനം. ഇന്ന് സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ദിവസമാണ്. കാലം ചെയ്ത ഭാഗ്യസ്മരണീയനായ ഏബ്രഹാം മാർത്തമ്മ തിരുമേനി പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. എവരി മാർത്തമൈറ്റ് ഈസ് എ മിഷണറി. എവരി മാർത്തമൈറ്റ് ഈസ് എ മിഷണറി. കാരണം എന്താണെന്നറിയാമോ? നവീകരണ സഭയുടെ ഒരു പ്രത്യേകതയായിട്ട് വന്നത് ഈ ഒരു ദർശനം കൊണ്ടാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ളതായുള്ള സുവിശേഷം ലഭിച്ചിട്ടില്ലാത്തതായുള്ള ആളുകൾക്ക് നൽകിക്കൊടുക്കണം. ഇത് ലിറ്ററലി വളരെ സീരിയസ് ആയിട്ട് എടുത്തൊരു സമൂഹമായിരുന്നു മാർത്തോമാ സമൂഹം. ലിറ്ററലി അനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ടായിരുന്നു. നമുക്കും പ്രാർത്ഥനാ കൂട്ടമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഈ അച്ഛനോട് പിന്നെ ചോദിച്ചോളാം. ഇവിടെയുണ്ട് പ്രാർത്ഥനാ കൂട്ടങ്ങൾ. എന്നാൽ ആ പ്രാർത്ഥനയിൽ അവർ ഏണസ്റ്റായിട്ട് സിൻസിയറായിട്ട് പ്രാർത്ഥിച്ചതായുള്ളൊരു കാര്യമാണ്, ഞങ്ങളെ നിൻ്റെ സുവിശേഷമായി എവിടെയെങ്കിലും അയക്കണം. ഇത് കവിയു പ്രയർ ഗ്രൂപ്പിലുണ്ടായിരുന്നു, സെറാംപൂരിലുണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥനാ കൂട്ടത്തിലുണ്ടായിരുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു, അനേക സ്ഥലങ്ങളിൽ. ആവശ്യത്തിലിരിക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുക എന്നത് ജീവിതത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായി തീർന്നതായുള്ള കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഓപ്പോസിഷൻ ലീഡർ VD സതീശനെ കേൾക്കുന്നതിന് എനിക്കിടയായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മാർത്തോമാക്കാരുടെ ഒന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ട്രിവാൻഡ്രത്ത് ഏബ്രഹാം മാർത്തോമാ തിരുമേനി ചെന്ന് യുവജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി അവരോട് സംസാരിക്കുകയാണ്. അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായിട്ട് തയ്യാറാവണം. എനിക്കൊന്നും നിങ്ങൾക്ക് തരാനായിട്ടില്ല, എന്നുള്ളൊരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് അഷുറൻസായിട്ട് തരട്ടെ, ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അനേകം ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനായി താല്പര്യപ്പെട്ടു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നുമില്ല. ഈ കവിയു പ്രയർ ഗ്രൂപ്പ് ഒരിക്കലേ അന്നത്തെ മെത്രാപ്പൊലീത്തയുടെ അടുത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണ്.
അപ്പോൾ തിരുമേനി ആകപ്പാടെയൊക്കെ പരന്നൊക്കെ നോക്കിയതിന് ശേഷം പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 രൂപയേ ഉള്ളൂ, അത് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അവർ പറഞ്ഞു, ഈ 5 രൂപ ഒന്നും ആകുകയില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾ പക്ഷേ തുകയ്ക്കല്ല ഇവിടെ വന്നത്. തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങളെ വിളിച്ച ദൈവം ഞങ്ങളെ നടത്തിക്കോളും. ഞങ്ങളെ വിളിച്ച ദൈവം. അങ്ങനൊരു ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഞായറാഴ്ചത്തെ തന്നെ സൺഡേ സപ്ലിമെൻറ്റിൽ വന്നതായിട്ടൊരു വാർത്തയാണ്. തനിയെ ഒരു വിളക്ക് മരം എന്ന് പറഞ്ഞുള്ളതായിട്ടുള്ള വാർത്ത. അതാണ് തലക്കെട്ട്, തനിയെ ഒരു വിളക്ക് മരം. മഹാരാഷ്ട്രയിലെ മേൽഘാട്ട് കടുവാ സങ്കേതത്തിലെ കൊടുങ്കാട്ടിനുള്ളിലൂടെ 40 കിലോമീറ്റർ നടന്നു ചെന്നെത്തുന്നതായിട്ടുള്ള ബൈരാഘട്ടിലെ ഗ്രാമീണരിടയിൽ ഒരു ഡോക്ടറായിട്ട് പോയ ഡോക്ടർ രവീന്ദ്ര കോൽഹയെക്കുറിച്ചുള്ള വാർത്തയാണ്. അദ്ദേഹം നാഗ്പൂരിലാണ് പഠിച്ചത്. എന്നാൽ ഇങ്ങനെ കുഞ്ഞായിട്ടൊക്കെ വളർന്നു വന്ന അവസ്ഥയിൽ ആ കുഞ്ഞിന് വരാത്ത ഒരു അസുഖവുമില്ല. ഒത്തിരി അസുഖമൊക്കെ ഉണ്ട്. അവൻ്റെ 15ാമത്തെ വയസ്സിൽ അവരെ പരിശോധിച്ചതല്ല ഡോക്ടർ പറഞ്ഞു, ഇനി അധികം നാളൊന്നും ജീവിക്കത്തില്ല, നിൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോവുക. എന്നാൽ എല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. ആദ്യമൊക്കെ മാതാപിതാക്കൾ അവനെ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. പിന്നീട് അവൻ നടന്നു പോകാനായിട്ട് തുടങ്ങി. പിന്നെ സൈക്കിളിൽ കയറി സൈക്കിളിൽ പോകാനായിട്ട് ഒരുങ്ങി. അവന് സ്കോളർഷിപ്പോട് കൂടി നാഗ്പൂർ മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കുന്നതിനായിട്ട് ഇടയെടുത്തുന്നു. അങ്ങനെ പഠിച്ചതിന് ശേഷം എനിക്ക് ആരും പോയിട്ടില്ലാത്തൊരിടത്ത് ഡോക്ടറായിട്ട് പോകണമെന്നുള്ള ആഗ്രഹം തന്നിൽ ധാരാളമായിട്ടുണ്ടായി. 2-3 കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. സോണോഗ്രഫി കൂടാതെ എനിക്ക് ഗർഭിണികളെ പരിശോധിക്കുന്നതിനായിട്ടും സുഖപ്രസവം എടുക്കുന്നതിനായിട്ടും സാധിക്കണം, വിത്തൗട്ട് എനി ഇൻസ്ട്രുമെൻറ്റ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, എക്സ്റേ ഇല്ലാതെ ഒരു ന്യൂമോണിയ പേഷ്യൻറ്റിനെ ഞാൻ മനസ്സിലാക്കി പരിശോധിച്ച് സുഖമാക്കുന്നതിനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, അതിസാരം എങ്ങനെ ഭേദമാക്കാമെന്ന് ഞാൻ പഠിക്കണം. മനുഷ്യനാൽ അസാധ്യമെന്ന് ഇന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയുകയാണ്, എനിക്ക് ഇതെല്ലാം ചെയ്യുന്നതിനായിട്ട് സാധിക്കണം. അദ്ദേഹം MD പഠിക്കുന്നതിനായിട്ട് പോയി പഠിച്ചു. പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ പറഞ്ഞതായിട്ടുള്ള ഘോര വനത്തിൻ്റെ മധ്യത്തിലുള്ള ഗ്രാമത്തിൽ ചെന്നു. അദ്ദേഹം ഗ്രാമത്തിൽ ചെന്നതായിട്ടുള്ള അവസരത്തിൽ അത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്നതൊക്കെ മനസ്സിലാക്കി. അക്കോല എന്ന് പറയുന്നതായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്ത് വരെ ട്രെയിനിൽ പോയി. അവിടെ വരെ ട്രെയിനുണ്ട്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം ഒരു ബൈക്കിൽ 40 കിലോമീറ്റർ യാത്ര ചെയ്തു. പിന്നീട് ബൈക്ക് ഉപേക്ഷിച്ചിട്ട് 40 കിലോമീറ്റർ ഘോര വനത്തിലൂടെ നടന്ന് അദ്ദേഹം ഈ സ്ഥലത്ത് എത്തുന്നതിനിടയായിട്ട് തോന്നും, ബൈരാഘട്ട് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോൾ ഒരു ആശുപത്രിയുമില്ല, ഒരു ഡോക്ടറുമില്ല, ഒരു ചികിത്സയുമില്ല. 1985 ദൂരെയെങ്ങുമല്ല, 1985 അദ്ദേഹം ആ ഘോര വനത്തിൻ്റെ നടുവിൽ ആദ്യത്തെ ക്ലിനിക്ക് തുറന്നു. അദ്ദേഹത്തിൻ്റെ പ്രമാണം എന്താണെന്നറിയാമോ? 1 rupee, 1 rupee ഫോർ എവറി പേഷ്യൻറ്റ്. ഏത് തരത്തിലുള്ള പേഷ്യൻ്റ് ആണെങ്കിലും ഓൺലി 1 rupee.
കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം വിവാഹം കഴിക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. നമുക്കെല്ലാം അനുമാനിക്കാൻ ഒക്കുന്നത് പോലെ ഇതുപോലെ പല കരാറുകളാണ്. അദ്ദേഹം പറഞ്ഞു, 40 രൂപ കൊണ്ട് 1 മാസത്തെ കാര്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആൾ എന്നെ കിട്ടിയാൽ മതി. ഞാൻ 40 പേഷ്യനെ കിട്ടി നോക്കിയതിന് ശേഷം എനിക്ക് കിട്ടുന്നതാണ് 40 രൂപ. ആ 40 രൂപ തരാം. വിവാഹ ചെലവിന് എല്ലാം കൂടി 5 രൂപ, അതിൽ കൂടുതലൊന്നും ചിലവാക്കരുത്. ഇവിടെ വന്നാൽ വെള്ളമില്ല, വെളിച്ചമില്ല, ബസ്സില്ല, കാറില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് എൻ്റെ കൂടെ പാർക്കുന്നതിനായിട്ടിടയാണ്. എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി വേണം വിറക് പെറുക്കുവാൻ, വെള്ളം എവിടെ കിട്ടും അവിടെ പോയി വേണം വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട്, വിറക് കത്തിച്ച് വേണം വിളക്കുണ്ടാക്കാനായിട്ട്. ഒരു ഹോമിയോ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ സ്മിത പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചോളാം. അവർ കല്യാണം കഴിച്ചു. അവിടെ ചെന്ന് ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു. മാത്രമല്ല വീടും മുറ്റമൊക്കെ ഈ ചാണകം കൊണ്ട് ഇങ്ങനെ തളിക്കണം, അതെല്ലാം ചെയ്തു. കൃഷി ചെയ്ത് വേണം വല്ല വെജിറ്റബിളൊക്കെ ഉണ്ടാകുന്നതിനായിട്ട്. വില്ലേജസിൻ്റെ കൂടെ ഇറങ്ങി കൃഷി ചെയ്തു. ദേ ഐഡൻറ്റിഫൈ ദംസെൽസ് വിത്ത് ദി പീപ്പിൾ ഓവർ ദേ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് MD പഠിക്കാനായിട്ട് പോയത്. MD പഠിച്ചതിന് ശേഷം മടങ്ങി അങ്ങോട്ടാണ് വരുന്നത്. സെയിം പ്ലേസ്, സെയിം പീപ്പിൾ. ഈ 2 പേരും കൂടെ അവിടെ താമസിച്ചതിൻ്റെ ഫലമായിട്ട് ശിശുക്കളുടെയും സ്ത്രീകളുടെയും മരണനിരക്ക് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ആരോഗ്യമുള്ളവരായി പോഷകാഹാരം ഭക്ഷിക്കുന്ന കുഞ്ഞുങ്ങളായിട്ടൊക്കെ വളർത്തിക്കൊണ്ടുവരാനിടയായിട്ട് തോന്നുന്നു. ചരിത്രം പറയുന്നത് നമ്മളുടെ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ഈ ഡോക്ടർ രവീന്ദ്ര കോൽഹെ ജനങ്ങൾക്ക് ദൈവതുല്യനായിട്ട് പ്രത്യക്ഷപ്പെട്ടതായുള്ളൊരു മനുഷ്യനാണ്. തങ്ങളുടെ ഏത് രോഗവും കൊണ്ട് അദ്ദേഹത്തിന് എടുത്തിയല്ല, ഏത് ജീവിതത്തിൻ്റെ ആവശ്യത്തിലും പോയി മുട്ടാവുന്ന ഒരു വാതിലായിരുന്നു ഈ വീടിൻ്റെ വാതിൽ, അവർ താമസിച്ചതായ വീടിൻ്റെ വാതിൽ. ആർക്കും ചേർന്ന് വരാം. നല്ല സമരിയാക്കാരി കാലഘട്ടത്തിലുണ്ടോ? ഉണ്ടോ? നല്ലവരായിട്ട് ജീവിക്കുന്നതിനായിട്ട് സാധിക്കുമോ? കർത്താവായ യേശുക്രിസ്തു ഈ ഭാഗം പറയുന്നത് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 72 ആളുകൾ ഈ 2 അയച്ചതിൻ്റെ ഭാഗത്തിൻ്റെ പിന്നീടാണ്. വഴിയിൽ വടിയെടുക്കരുത്, പൊക്കണം ഉണ്ടാവരുത്, ഒന്നുമില്ലാതെ പൊയ്ക്കോണം. അവിടെയൊക്കെ പോയി സുവിശേഷം അറിയിക്കണം. അതിന് ശേഷം മടങ്ങുക. അവർ തങ്ങളുടെ അനുഭവങ്ങളൊക്കെ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയാനായിട്ട് ഇടയായി തീർന്നതിൻ്റെ പിന്നീടായിട്ടാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ന്യായശാസ്ത്രം ചോദിക്കണം, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് ഒരു മറു ചോദ്യം ചോദിക്കുകയാണ്. ഇവരിൽ ഈ 3 പേരിൽ ആരാണ് അവനെ കൂട്ടുകാരനായിട്ട് തീർന്നത്? കൂട്ടുകാരനായിട്ട് തീർന്നത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, ആ അർത്ഥപ്രാണനായിട്ട് കിടന്ന മനുഷ്യനോട് കരുണ കാണിച്ചവനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്തു. ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. ദൈവത്തെ കാണാനാണ് നാം എല്ലാവരും ചേർന്ന് നിൽക്കുന്നത്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട്. ആരാധ്യനായിട്ടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ദൈവം നമ്മോട് പറയുകയാണ്, യു ഗോ
ഇവിടെ ഇരിക്കണ്ട, കുറേ കഴിയുമ്പോൾ പൊയ്ക്കൊള്ളാനായിട്ട് അച്ഛനും പറയും, വയ്ക്കൂ. ബട്ട് ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. ഇതുപോലെ കരുണ കാണിച്ച് ജീവിക്കുന്നതിനായിട്ട് സാധ്യമായിട്ട് തീരണം. മിറാജിൽ മെഡിസിൻ പഠിച്ചതായുള്ള ഡോക്ടറുടെ പേരാണ് എ.കെ. തരിയൻ. നിങ്ങൾക്ക് പരിചയമുണ്ട് അദ്ദേഹത്തെ. ഓട്ടൻചത്രം എന്ന് പറയുന്നതായുള്ള സ്ഥലത്ത് നിന്ന് ഒരു ഡോക്ടറായിട്ട് ശുശ്രൂഷ അനുഷ്ഠിച്ചതായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ട്, ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നൊരു വാക്കല്ല, അതൊരു പ്രവൃത്തിയാണ്. അതാണല്ലോ ഇന്ന് വായിച്ചു കേട്ടത്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് വാക്കുകളല്ല, അത് പ്രവൃത്തിയായിട്ട് മാറണം, ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മാറണം. ഈ എ.കെ. തരിയൻ തമിഴ്നാട്ടിൽ ഓട്ടൻചത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായി തൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രമാണങ്ങൾ ജീവിതത്തിൽ കുറിച്ചതും അവിടെ ചെന്നതിന് ശേഷം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നതിനിടയായി തോന്നിയിട്ടുണ്ട്. ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഗോ വേർ അതേഴ്സ് വിൽ നോട്ട് ഗോ. മറ്റുള്ളവർ പോകാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ അവിടേക്ക് വയ്ക്കൂ. Go where others will not go. Mission is not finding an easiest place to serve, but the place most needed in love. A place most needed in love. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, every medical procedure is an act of worship. മദർ തെരേസ ഇത് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അർത്ഥപ്രാണമായിട്ട് കിടക്കുന്ന മനുഷ്യനെ സൂപ്പ് കൊടുക്കുമ്പോൾ ഓർത്തോണം, കർത്താവിനാണ് സൂപ്പ് കൊടുക്കുന്നത്. മറ്റുള്ളവരിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഇടയാകണം എന്നാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം. 3, the poor do not need our sympathy. They need dignity. ഡിഗ്നിഫൈഡായിട്ട് മറ്റുള്ളവരെ കാണുന്നതിനും അവരോട് പെരുമാറുന്നതിനും നമുക്ക് സാധ്യമായിട്ട് കഴിയുമോ? ദേ നീഡ് ജസ്റ്റിസ്, റെസ്പെക്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത്, മിഷൻ വിൽ ബി എ ഫെയിലിയർ ഇഫ് ഇറ്റ് ക്രിയേറ്റ്സ് ഡിപ്പെൻഡൻസ്. നമ്മളൊരു കരുണ ചെയ്യുന്നതായുള്ള രംഗത്ത്, ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതായുള്ള അവസരത്തിൽ മറ്റുള്ളവർ തമ്മിൽ ആശ്രയിക്കണം എന്നാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നതെങ്കിൽ യു ഹാവ് ഗോൺ റോങ്. അത് മിഷനല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓട്ടൻചത്രത്തെ ആശുപത്രിയൊക്കെ ആരംഭിച്ചതിന് ശേഷം അത് വലുതാകുന്നതായുള്ള അവസരത്തിൽ കൂടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, institution is not the foremost thing. The community is more important. ജനസമൂഹത്തെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവരുടെ ഇടയിലുള്ള ശുശ്രൂഷയ്ക്കാണ്, ബാക്കിയല്ല. വളരെ ലളിതമായിട്ടുള്ള ജീവിത ശൈലി കൊണ്ട് വേണം ഈ സ്നേഹത്തെ മറ്റുള്ളവർ കാട്ടിക്കൊടുക്കുവാൻ എന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ്. ഞാനൊരിക്കൽ ഓട്ടൻചത്രം ആശുപത്രിയിൽ പോയതായിട്ടുള്ള അവസരത്തിൽ എന്നെ അവിടെയുള്ള പല കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിൽ ഡോക്ടർ എന്നെ പരിശോധിക്കുന്നതായിട്ടുള്ള സ്ഥലവും എന്നെ കാണിച്ചു. ഒരു പെട്ടിക്കടയുടെ അത്രയേ ഉള്ളൂ. ക്യാൻ യു തിങ്ക് ഓഫ് എ ഡോക്ടർ ദീസ് ഡേയ്സ് സിറ്റിംഗ് ലൈക്ക് ദാറ്റ്? ഒരു പെട്ടിക്കടയുടെ അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 2 പേർക്ക് ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഡോക്ടറും പേഷ്യൻറ്റും ഇരിക്കാം. റോഡിൻ്റെ സൈഡിലാണ് പെട്ടിക്കട പോലെ. And she is looking after the patient. Dear friends, ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം, can we be good Samaritans? നമുക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കും. എന്നെ നല്ലവനെന്ന് വിളിക്കരുത്, ദൈവം മാത്രമേ ഉള്ളൂ നല്ലവൻ എന്ന് പറഞ്ഞതായിട്ടുള്ള കർത്താവാണ് പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നറിഞ്ഞ് അന്യോന്യം നിങ്ങൾക്ക് സ്നേഹിപ്പാനായിട്ട് കഴിയുന്നുവെങ്കിൽ നിങ്ങളിൽ ദൈവം വസിക്കുന്നു. ആ ദൈവത്തെ കണ്ടെത്തുവാൻ, ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എത്രയോ മനോഹരമായുള്ള ഈ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഇത് നിൻ്റെ ദാനം, നീ ഞങ്ങൾക്ക് തന്നത്, ടു ലിവ് ഓൺ ദ സർഫസ് ഓഫ് ദിസ് എർത്ത്. ബട്ട് ലെറ്റ് മീ ലിവ് ഫോർ യു, വിത്ത് യു ആൻഡ് ഇൻ യു.